നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് ക്രൂഡ് ഓയിലിന് ശരിയല്ല SSC അനാലിസിസ് നാളത്തേക്കുള്ള SSS ആണ് ഷെയർ ചെയ്യുന്ന ലെവൽസാണ് ഈ പർപ്പസ് ലെവൽസാണ് ലേൺ ചെയ്യാൻ നമ്മൾ സ്ട്രാറ്റജി ക്രൂഡ് ഓയിൽ കിടക്കാം. ക്രൂഡ് ഓയിൽ ഫസ്റ്റ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഈ ഒരു കറക്ഷനിലാണ് കാണുന്നത്. ഇത് കണ്ട് 1 2 3 4 and 5 ഫിഫ്ത്തിൻ്റെ ലെഗ് ഓൺ ഗോയിങ് ആണ്. സോ ബുളിഷ്നെസ് ഇതിൻ്റെ അഭാവം വരുള്ളൂ ക്രൂഡ് ഓയിൽ. ഇത് റെസിസ്റ്റൻസ് ആണ് ക്രൂഡ് ഓയിലിന്. പിന്നെ ഇത് ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്, റൈറ്റ്? ക്രൂഡ് ഓയിലിൻ്റെ ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്. സോ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ റെസിസ്റ്റൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ സപ്പോർട്ട്സ് ഇതാണ് ക്രൂഡ് ഓയിൽസ് സപ്പോർട്ട്സ്. സോ നെക്സ്റ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ 261.80% ആൻഡ് 361.80% ആണ് ക്രൂഡ് ഓയിലിൻ്റെ നമ്മുടെ സപ്പോർട്ട്. ഓക്കെ, ഈ സപ്പോർട്ട്സ് ആണ് ക്രൂഡ് ഓയിലിൻ്റെ. ക്രൂഡ് ഓയിൽ ഇപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ബൗൺസ് തരുന്നുണ്ട്. മേ ബി ക്രൂഡ് ഓയിൽ ഇവിടുന്ന് ഈ ഒരു അടിച്ചല്ലോ ഇവിടുന്ന് റിവേഴ്സൽ ആവാൻ ചാൻസസ് ഉണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കണ്ട 1 2 3 4 and 5 താഴേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. വീക്ക്നെസ് എപ്പോഴും ഉണ്ടാവുക സ്മോൾ ടൈം ഫ്രെയിമിൽ 81.20%. 81.20%, that means 7,940 or 50, 949 or 50 കൊടുക്കുക. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ബിലോ വീക്ക്നെസ് ആൻഡ് ഇതിൻ്റെ അബൌസ് ബുളിഷ്നെസ്. ഓക്കെ, 8,386 ഇതിൻ്റെ അബൌവ് ബുളിഷ്നെസ്, റൈറ്റ്? ശ്രദ്ധിക്കുക, ഈ രണ്ട് സപ്പോർട്ട് ആൻഡ് ഇത് റെസിസ്റ്റൻസ്, ഈ രണ്ടാണ് നമുക്ക് മേജറായിട്ട് നമ്മുടെ ക്രൂഡ് ഓയിലുള്ളത്. ഓക്കെ, കറക്ഷൻസിലാണ്. ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഫുള്ളി റിവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. മേ ബൗൺസ് എന്തെങ്കിലും ഫോൾ ഇങ്ങനെ ആവാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ സൈഡ് വേസ് ആണ് കാണുന്നത്. നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് നിഫ്റ്റി ലാസ്റ്റ് ടൈം വീഡിയോയിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. കമൻറ്റ് ചെയ്താൽ റെഗുലർ എല്ലാവരും കമൻറ്റ് ചെയ്യണം. മീൻസ് നിഫ്റ്റിയുടെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സപ്പോർട്ട്സ് ആൻഡ് ഇത് എങ്ങനെയാണ് നമുക്ക് ഇതാണ് നോക്കാനുള്ളത്. ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സപ്പോർട്ട് നിഫ്റ്റിയുടെ നമ്മൾ നോക്കാനാണ്. ഇങ്ങനെ ഇത് ഞാൻ കാണുന്നത് ഇത് നിഫ്റ്റിയുടെ ഇത് 1 ഇത് 2 ഇത് 3 and 4th ഫോളാണ് ഞാൻ ഇപ്പം നിഫ്റ്റിയുടെ കാണുന്നത്, റൈറ്റ്? സോ നിഫ്റ്റിയുടെ ഫ്രം ഹിയർ ഇവിടുന്ന് സപ്പോർട്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലാണ്. സോ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ട് ഇപ്പോൾ വരുന്നത് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ 23,500 or 15, റൈറ്റ്? ഇതാണ് നിഫ്റ്റി 61.80%. ഇത് നിഫ്റ്റി മാക്സിമം ചാൻസസ് ഇവിടെ വരണം. ഇവിടുന്ന് ഇപ്പോൾ റിവേഴ്സലും കാണുന്നുണ്ട്, ബട്ട് ഇവിടുന്ന് ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. 23,500 ഇതിൻ്റെ ബിലോ പ്രൈസ് ബിഗർ ടൈം ഫ്രെയിമിൽ ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. ഇതാണ് നിഫ്റ്റിയുടെ നമ്മുടെ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സപ്പോർട്ട്. ഞാനിത് കൗണ്ട് ചെയ്യുന്നത് ബിഗർ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കുക, മസ്റ്റായിട്ട് നോക്കാനുള്ള ഒരു ഇതാണ്. ഇത് 1 ഇത് 2 ഇത് 3 ഫുൾ ആൻഡ് ദെൻ ഇത് 4th. ഓക്കെ, സോ എപ്പോഴും 3 and 4th ലേണിംഗ് ആണ്. ഇത് ലേണിംഗ് തന്നെ പറയാം കേട്ടോ. 3 and 4th എപ്പോഴും ഞാൻ പണ്ടേ വീഡിയോസ് ലേണിംഗ് വീഡിയോസ് ഒത്തിരി ഉണ്ടാക്കേണ്ടതിനകത്ത് ഞാൻ പറയാറുണ്ട്. 3 and 4 ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാകും. സോ 5% ആൻഡ് ഇതിൻ്റെ ഫോൾ നോക്കുകയാണെങ്കിൽ മാക്സിമം 10% ഇവിടെ വരുന്നുണ്ട്, റൈറ്റ്? 5% ആൻഡ് മാക്സിമം 10% ഓവർലാപ്പിംഗ് ആഫ്റ്റർ ഓവർലാപ്പിംഗ്, റൈറ്റ്? 5% ആണ് സെക്കൻഡ് വേവിൻ്റെ ഫോൾ. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 5% അല്ലേ ഇതിൻ്റെ ഫോൾ. യെസ്, ഫോർത്ത് വേവ് എപ്പോഴും ആഫ്റ്റർ ഓവർലാപ്പിംഗ് ഫോർത്ത് വേവ് ഇത്രേ പോകാവുള്ളൂ, റൈറ്റ്? ഇതാണ് 5%, റൈറ്റ്? ഇത് 5% ആണ് ആൻഡ് ഓവർലാപ്പിംഗ് ഓൾസോ 5% പോകും. സോ 5 + 5 10. ഇപ്പോൾ 7% ആയി. 7 + 5 12%. അങ്ങനെയാണ്. 6 + 5 11%. സെക്കൻഡ് വേവിൻ്റെ ഫോൾ എത്രയാണ്? ഓൾമോസ്റ്റ് സെയിം എത്ര ഉണ്ടാവണം? ഓർ 5% ഓവർലാപ്പിംഗ്. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഓൾറെഡി. ഒത്തിരി ലേണിംഗ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ലേണിംഗ് വീഡിയോസ് നമ്മൾ എവിടെയാണ് ഞാൻ കാണിച്ചത്? ഇതാണ് നമ്മുടെ ചാനൽ ലേണിംഗ് വീഡിയോ. ഇതിനകത്ത് ലേണിംഗ് വീഡിയോ ഒരു ഫോൾഡർ ഉണ്ട്. നമ്മളിവിടെ വരികയാണെങ്കിൽ ഇവിടെ ലേണിംഗ് വീഡിയോ ഒരു ഫോൾഡർ ഉണ്ട്. ലേണിംഗ് വീഡിയോ ഫോൾഡർ നമ്മളിവിടെ ചെന്ന് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒത്തിരി ലേണിംഗ് വീഡിയോസ് നമുക്കിവിടെ കിട്ടും. ലേണിംഗ് വീഡിയോസ് അത് ഇവിടുന്ന് എലിറ്റ് വേവ് തിയറിയുടെ വീഡിയോസ് ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു ഏരിയ. അതെ, ഇവിടെ നമ്മൾ ലീഡിങ് 333 കറക്ഷൻ. ഓക്കെ, ഇതിന് താഴെ നമ്മൾ FEG എന്ന SMC ആണ്. ബട്ട് 333 കറക്ഷൻ ഇലേറ്റ് വേവിൻ്റെ പാർട്ടാണ്. ലീഡിങ് ആൻറ്റിനൽ ബെറ്റർ ആൻഡ് ദെൻ പിന്നെ ഈ ബ്ലാക്ക് ഇവിടുന്ന് നോർമൽ ഇലേറ്റ് വേവ് തിയറിയുടെ ഓരോരോ വീഡിയോസ് സ്റ്റാർട്ടായിട്ടുണ്ട്. മറ്റേത് പാറ്റേൺസ് ആണ്. സോ ഇതാണ് നമ്മുടെ ലേണിംഗ് വീഡിയോസ്. എല്ലാവരും കൂടി മസ്റ്റായിട്ട് കാണണം ലേണിംഗ് വീഡിയോസ്. അപ്പോഴേ ഇത് ക്ലിയർ ആവുള്ളൂ. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? സോ ഓവർലാപ്പിങ്ങിൻ്റെ ഞാൻ ഫോളോ ചെയ്ത് പറഞ്ഞല്ലോ.
സോ മാക്സിമം ഓവർലാപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ബിഗർ ടൈം ഫ്രെയിം സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടി. സോ ഇതാണ് നമ്മുടെ ബിഗർ ടൈം ഫ്രെയിം മാക്സിമം സപ്പോർട്ട്. ഓക്കെ, മാക്സിമം സപ്പോർട്ട് ഏരിയയാണ് ഇത്. ഓർ പ്രൈസ് ഇവിടുന്ന് റിവേഴ്സ് ആവാൻ, ഇപ്പോൾ ഈ ഒരു ഏരിയ ഇവിടുന്ന് റിവേഴ്സ് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ കാണുന്നുണ്ട് റിവേഴ്സൽ. ഇപ്പോൾ ഇന്നലെ ഫസ്റ്റ് മസ്റ്റായിട്ട് പറയണം, ഇന്നലെ ഞാൻ എന്താ പറഞ്ഞായിരുന്നു, പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ എന്തായാലും പ്രൈസ് ഫോർത്തിലാണ്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ തേർഡ് തന്നെയാണ്, പിന്നെ അത് വരുന്നത് ഫോർത്താണ്. ആൻഡ് ഫുൾ കൺസോളിഡേഷനാണ് പ്രീമിയം മീറ്റിംഗ് ഞാൻ കാണുന്നത്. മോസ്റ്റ്ലി ചാൻസസ് സൈഡ് വേസ് ആവും. സൈഡ് വേസ് ഫുള്ളി സൈഡ് വേസ് ആണ്, കണ്ട ഫുൾ സൈഡ് വേസ് ആണ്. ഇതാണ് എലിറ്റ് വ്യൂ തിയറി. മസ്റ്റായിട്ട് എല്ലാവരും പഠിക്കുക. എലിറ്റ് വ്യൂ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. സോ നെക്സ്റ്റ് എന്താണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്? നെക്സ്റ്റ് എന്താ, വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ പ്രൈസ് ഇതിൽ ഫോർത്തിലാണ്. ഫോർത്തിൻ്റെ ലോ ഇതായിരുന്നു ഇത്. സോ ഇനി നാളെ ഇതിൻ്റെ ലോ പ്രൈസ്, ഇതിൻ്റെ ബിലോ, ദാറ്റ് മീൻസ് 24,080. ഇതിൻ്റെ ബിലോ പോയാൽ വീക്ക്നെസ് ആണ്. ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ, ഈ ഹൈറ്റ് അബവ് പോയാൽ പ്രൈസ് ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ്സ് ഏതാണ്? ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ 15 ടാർഗറ്റ് ഇങ്ങനെ നോക്കാറുള്ളൂ. 111% എന്തായാലും മാർക്ക് ചെയ്തേക്കണം. 127%. ആൻഡ് ഫർദർ നമ്മുടെ 161.80%. ഇതാണ് നമ്മുടെ മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, പ്രൈസ് നാളെ നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഫുൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, അത് കഴിഞ്ഞ് 5 മൂവ്സ് കംപ്ലീറ്റ് ആവും. ആൻഡ് പിന്നെ പ്രൈസ് താഴേക്ക് വരും. ബട്ട് ആഫ്റ്റർ റിജക്ഷൻ ചാടി കയറരുത്. കാരണം 5th അകത്ത് പ്രൈസ് ഇപ്പോൾ മനസ്സിലാക്കി എടുക്കാൻ ഞാൻ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഇവിടെ നിന്ന് പോയത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത് 1, ഇവിടെ 2, ഇത് 3, ഇത് 4 ആൻഡ് ദെൻ 5th ഓൺ ഗോയിങ് ആണ്. 5th എത്ര മൂവ്സ് ഉണ്ടാവണം? 5 മൂവ്സ് ഉണ്ടാവണം. ഓക്കെ, 5th 5 മൂവ്സ്, റൈറ്റ്. 5th 5 മൂവ്സ് ഉണ്ടായില്ലെങ്കിൽ പ്രൈസ് ഇപ്പോൾ 5ാമത്തെ മൂവിയിൽ എത്ര? 1, ഇത് 2, ഇതിപ്പോൾ 3, ഇത് മേ ബി ഇത് 4 ആൻഡ് ദെൻ 5th എത്ര വരെ പോകും നമുക്കറിയില്ല. ഓക്കെ, ശ്രദ്ധിക്കുക, നോട്ട് ചെയ്യുക. അങ്ങനെയാണ് ഇത്. ഓക്കെ, അല്ലാണ്ട് ട്രാപ്പ് ആവരുത്. ഇൻ കേസ് പ്രൈസ് ബിയറിഷ്നെസ് ഇതിൻ്റെ ടൂല് ഈ ലോ കൂടി ഈ ലോ ഏതാണ് നമ്മളിപ്പോൾ 24,140 ഈ ലോ ബ്രേക്ക് ചെയ്യാൻ സംതിങ് ഒരു ട്രാപ്പിലോ ട്രിക്കി ആകും. ഓക്കെ, ഈ ലോ കാരണം വെച്ചാൽ ഇതിൻ്റെ 1, 2 and 3 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ സംതിങ് ട്രാപ്പിലോ ട്രിക്കി ആകും. അല്ലെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ചിരിക്കുകയാണെങ്കിൽ മുകളിലേക്ക് പ്ലേജ്. ബട്ട് ഇതിൻ്റെ ഈ ലോ 24,140 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സംതിങ് ഒരു കോഷനിലേക്ക് നമുക്ക് നോക്കേണ്ടതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് നെക്സ്റ്റ് സപ്പോർട്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇത് കൂടി ബ്രേക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ഓവറോൾ പിന്നെ വീക്ക്നെസ് ആണ്. ഞാൻ കാണുന്നത് നാളെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. നമ്മൾ നോക്കാം. പിന്നെ ഇതിൻ്റെ അബവ് പ്രൈസ് പോകണമെങ്കിൽ ഫർദർ അപ്പ് സൈഡ് നമുക്ക് കിട്ടും. ഞാൻ ചെറിയ ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലാറ്റ് ചെറിയ നെഗറ്റീവ് എന്തെങ്കിലും 100 points 200 points നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പ് ആവരുത്. അതാണ് ഞാൻ ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്താൽ അത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ്. ഓക്കെ, പിന്നെ എനിക്ക് ഒത്തിരി ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണം ആൻഡ് പഠിക്കണം. എനിക്ക് അതേ തന്നെ പറയാനുള്ളത്. മാക്സിമം പഠിക്കുക. ലിറ്റ് തിയറി എന്തായാലും അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ഇതാണ് ഫസ്റ്റ്. ഇത് നമ്മളെന്ന് പറഞ്ഞായിരുന്നു 1, 2, 3 സ്റ്റിൽ 3 ആണ്, ഓൺ ഗോയിങ് ആണ്, നോ ഡൗട്ട്. ബാങ്ക് നിഫ്റ്റി ഇനി വീക്ക്നെസ് ഇതിൻ്റെ ബിലോ ആയിരിക്കുള്ളൂ. യെസ്, 1, 2, 3 ആണ്. 4 and 5th ബാങ്ക് നിഫ്റ്റിയിൽ വീഡിയോ നമുക്ക് കിട്ടും. പെർഫെക്റ്റ്ലി റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയിൽ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ട്രെൻഡ് ലൈൻ, ആ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ ഇവിടുന്ന് വരുന്ന ട്രെൻഡ് ലൈൻ്റെ. ഓക്കെ, ഇതാണ് റെസിസ്റ്റൻസ് തന്നെ. സോ മേ ബി നാളെ ഡിപ്പെൻഡിൻ വീണ്ടും അപ്സൈഡ് ഗ്യാപ്പ് അപ്പ് ആണോ എങ്ങനെയാണെന്ന് നോക്കേണ്ടതാണ്. സ്റ്റിൽ ഇത് 3rd ആണ് ഐ ഫീൽ. സോ ഇനി 4th കൺസിഡറേഷൻ വീണ്ടും 5th കിട്ടാനുള്ള ചാൻസ്. ഡയറക്റ്റ്ലി ഗ്യാപ്പ് അപ്പ് ആയ ഐ തിങ്ക് 3rd തന്നെ ആയിരിക്കുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ. സെൻസെക്സ് ഒന്നിനും ഒരു ചേഞ്ചസ് ഇല്ല. പെർഫെക്റ്റാണ് എല്ലാം. ഒന്നിനും ഒരു ചേഞ്ചസ് എനിക്ക് ഇല്ല, പറയാനില്ല. പെർഫെക്റ്റ്ലി മാർക്കറ്റ് അതേപോലെ തന്നെ മൂവാണ്. ഇപ്പം ഇതാണ് ബിഗർ ടൈം ഫ്രെയിമിൽ ചിലപ്പോൾ അവർ ഇത്ര ദിവസം ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. സോ നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എലിറ്റ് തിയറി. കാരണം വെച്ചാൽ ഡയറക്റ്റ്ലി ഗ്യാപ്പ് ഡൗൺ ലാസ്റ്റ് ഫോൾ ആണ്. ലാസ്റ്റ് ഫോൾ അത് എന്തായാലും ഞാൻ കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ബട്ട് മാർക്കറ്റ് ഫ്ലാറ്റ് മീൻസ് നോർമലാവുമ്പോഴത്തേക്ക് നമുക്ക് ആസ് പെർ എലിറ്റ് തിയറി നമുക്ക് ഈസി എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് എലിറ്റ് തിയറിയുടെ ഓരോരോ നമ്മുടെ ഒരു ഗുണം. ഓക്കെ, സോ ഇനി ഇതിൻ്റെ 127% നെക്സ്റ്റ് റെസിസ്റ്റൻസ്, 161.80% നെക്സ്റ്റ് ഫോർ ദ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇതിനകത്ത് സൂക്ഷിക്കുക. 5th ആണ്. വീണ്ടും ഞാൻ പറയുന്നത് ഇപ്പോൾ 5th ഇതിൻ്റെ അബവ് പ്രൈസ് പോകുമ്പോൾ 5th ആയി. 5th മീൻസ് അവിടെ 1 ഡിഗ്രി കംപ്ലീറ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻ്റ് പ്രൈസ് താഴേക്ക് വരും. ബട്ട് ആഫ്റ്റർ റിവേഴ്സൽ ABC ആയിട്ട് താഴേക്ക് വരുള്ളൂ. അല്ലാണ്ട് ബ്ലൈൻഡ്ലി ഷോർട്ട് ചെയ്ത് ട്രാപ്പ് വരും. കാരണം വെച്ചാൽ പ്രൈസ് ഓൾറെഡി ബിഗർ ടൈം ഫ്രെയിമിൻ്റെ
ലാസ്റ്റ് ലെഗിലായിരുന്നു. സോ അവിടെ നിന്ന് നമ്മുടെ നിഫ്റ്റിയിൽ അടുത്ത് സംസാരിച്ചു 23,500 അവിടെ വരെ പോകാൻ ചാൻസ് ഒന്നുമില്ല. ചിലപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്താലോ, അങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ സഡൻ ട്രാപ്പ് ആകരുത്, വെയിറ്റ് ചെയ്യാം, നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഇൻട്രാഡേ പർപ്പസിൽ എല്ലാവരും കൂടി ചെയ്യാവുള്ളൂ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. നിഫ്റ്റി മിഡ് ക്യാപ്സിൽ ലാസ്റ്റ് ഞാൻ ഇതാണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് വിട്ടായിരുന്നു. ഇങ്ങനെ തന്നെ ഇത് ഇങ്ങനെയൊക്കെയാണ് നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. ആൻഡ് ഷാർപ്ലി പ്രൈസ് ഗ്യാപ്പ് അപ്പ് ആൻഡ് അപ്പ് സൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇന്നലെ നമ്മൾ കൗണ്ട് ചെയ്തത്. 1 2 3 4 ആൻഡ് ദെൻ 5 ഇത് ഫോർ ദ ലെവൽസ് ഇത് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ഐ തിങ്ക് ഇവിടെ പ്രൈസ് ഇനി ഡയഗണൽ പാറ്റേൺ ഉണ്ടാകും. എൻഡിങ് ഡയഗണൽ പാറ്റേൺ 1 2 3 4 ആൻഡ് 5 എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കുവാണെങ്കിൽ വെരി ഗുഡ് ചാൻസ് കിട്ടും, പ്രൈസ് തീരാനുള്ള ചാൻസസ് മേ ബി കിട്ടും. ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കുവാണെങ്കിൽ, ഇതുവരെ കാണുന്നില്ല, ഉണ്ടാക്കുവാണെങ്കിൽ ഓക്കെ. സോ ഇപ്പോൾ ഇങ്ങനെ ഇത് 1 2 3 4 ആൻഡ് 5 ഇങ്ങനെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കുവാണെങ്കിൽ മാത്രമേ, അല്ലാണ്ട് ഷോർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഈസി നോക്കുക. ഇതിൻ്റെ സപ്പോർട്ട്, നെക്സ്റ്റ് സപ്പോർട്ട് നമ്മുടെ ഇതിൻ്റെ വരുന്നത് ഇതാണ്. ഇതാണ് നമ്മുടെ ഈ ലോ ആണ് നമ്മുടെ ഇതിൻ്റെ സപ്പോർട്ട്. കാരണം വെച്ചാൽ പ്രൈസ് പോയിരിക്കുന്നത് 1 2 3 4 ആൻഡ് 5 1 2 3 എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കേണ്ടതാണ്. ഐ തിങ്ക് ഇവിടെ എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കേണ്ടതാണ്. എൻഡിങ് ഡയഗണൽ പാറ്റേണിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് എല്ലാവരും കാണണം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കട്ടെ. താങ്ക് യു സോ മച്ച്.